അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. സീറത്തുൻ നബി എന്ന നമ്മുടെ പഠന ക്ലാസ് കോവിഡ് രോഗം കാരണത്തിനാൽ നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകളെയൊക്കെ അല്ലാഹു തആല നൽകിയതാണ്. ആ നിഅമത്തുകൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന അടിമകളെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോണുകളും എല്ലാ സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് നൽകിയതാണ്. ആ നൽകിയ സംവിധാനങ്ങളെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിനിയോഗിക്കുക. അപ്പോൾ അള്ളാഹു തആല അത് വലിയ ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു തആല ആ തരത്തിൽ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുവരെ നമ്മൾ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മഹത്വമായ അവിടത്തെ മാതൃ പരമ്പര, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇനി അവിടത്തേക്ക് 40-ാമത്തെ വയസ്സിലാണ് അല്ലാഹു തആല നുബുവത്ത് നൽകിക്കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുന്നത്. ആ നുബുവത്തിന്റെ മുന്നോടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിനൊക്കെ മാതൃകയാണ്, നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അതിൽ ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കൊണ്ടുവന്ന മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾ വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ആദരവായി കൊടുത്ത ആ മുഅ്ജിസത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവിടുത്തെ ദഅവത്തിന്റെ ഭാഗമായി ആ മുഅ്ജിസത്തുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് എന്നതിലും തർക്കമില്ല. എന്നാൽ അതിനേക്കാളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, പരിശുദ്ധമായ തൗഹീദ് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് സ്വീകാര്യമായത്, എങ്ങനെയാണ് ജനങ്ങളിലേക്ക് അത് എത്തിയത്? അതിലേറ്റവും പ്രധാനം അഷ്റഫുൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വ്യക്തിപ്രഭാവമാണ്, ആ വ്യക്തിത്വമാണ് എന്നത് നമുക്ക് ചരിത്രങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. അവിടുത്തെ വ്യത്യസ്തമായ സ്വഭാവം, ആ ഒരു സ്വഭാവം അത് അവിടുത്തെ ദീനി പ്രബോധനത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെ നൽകി ആദരിച്ചതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ അമീൻ എന്ന അവിടുത്തെ വിശ്വസ്തൻ എന്ന വലിയ സ്ഥാനപ്പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചെറുപ്പ കാലഘട്ടം മുതൽക്ക് തന്നെ സമൂഹത്തിന്റെ ഇടയിൽ അവിടുത്തെ ഈ വിശ്വസ്തത, അവിടുത്തെ സ്വീകാര്യത, അവിടുത്തെ സത്യസന്ധത സമൂഹത്തിൽ വളരെയധികം പ്രചാരമുള്ളതാണ്. അവിടുത്തെ വാക്കുകളിൽ, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ, അത് രഹസ്യമായ ജീവിതത്തിൽ, പരസ്യമായ ജീവിതത്തിൽ എല്ലായിടത്തും അവിടുത്തെ ആ വിശ്വസ്തത ലോകം അംഗീകരിച്ചതാണ്. ആ കാലഘട്ടത്തെ മക്കയിലുണ്ടായിരുന്ന ഒരാൾക്ക് പോലും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വിഷയത്തിലും അവിടുത്തെ എല്ലാവരാലും സ്വീകരിച്ചിരുന്നു. അത് അവിടുത്തെ ദഅവത്തിനിക്ക്, പ്രബോധനത്തിനിക്ക് വലിയ ഫലം ചെയ്തിട്ടുണ്ട്. ഏത് വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സമൂഹത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലാണ് അഭയം പ്രാപിച്ചിരുന്നത്. ഇനി ഒന്നും കൂടെ പറഞ്ഞാൽ 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. ആ നുബുവത്ത് കിട്ടിയിട്ട് അവിടുന്ന് പിന്നീടും കൊല്ലങ്ങളോളം മക്കയിൽ താമസിച്ചു. അവസാനം മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ ഹിജ്റ പോകുന്ന സമയത്ത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അവിടുന്ന് നുബുവത്ത് കിട്ടി, ആ നുബുവത്തിന്റെ പ്രഖ്യാപനം നടത്തി. ജനങ്ങളൊക്കെ പല ആളുകളും പല ചേരിയിൽ അവിടത്തെ വിമർശിക്കുന്നവരുണ്ട്, അവിടത്തെ അനുകൂലിക്കുന്നവരുണ്ട്, ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകളുടെ ഇടയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വീകാര്യത നാം മനസ്സിലാക്കണം. അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ സമയത്ത് അലിയുൻ കറമല്ലാഹു വജ്ഹഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിയോഗിച്ചു. എന്തിനു വേണ്ടി? നിങ്ങൾ മക്കയിൽ തന്നെ നിൽക്കണം. കാരണം എൻ്റെ അരികിൽ സൂക്ഷിപ്പ് സ്വത്തായി ഏൽപ്പിച്ച ഒരുപാട് മുതലുകളുണ്ട്. അത് അതിൻ്റെ അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അതിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യവും കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, അവിടുത്തെ വിശ്വസ്തത അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ്. പക്ഷെ ഈ അൽ അമീൻ എന്ന ഈ പ്രയോഗം അമാനത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നത് ഒരു പണ്ഡിതനിക്കും ഭാഷാ പണ്ഡിതനിക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സ്വീകാര്യത അഥവാ സമൂഹത്തിന്റെ ഇടയിലും കുടുംബത്തിന്റെ ഇടയിലും എല്ലാവരുടെ ഇടയിലുമുള്ള ഈ ഒരു സ്വീകാര്യത ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പാശ്ചാത്യർ എന്ത് ചെയ്തു എന്നറിയോ? ആ പാശ്ചാത്യര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വീകാര്യതയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവര് പറയാണ്, ആമിന എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ പേര്. ആമിന എന്നാണല്ലോ. അപ്പൊ ആ ആമിന എന്ന ഉമ്മയുടെ പേരിൽ നിന്നാണ് അൽ അമീൻ ഉണ്ടായത് എന്ന് അവര് പറയുന്നു. അത് അറബി ഭാഷയെ കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാം, ഒരിക്കലും അതിനിക്ക് ഒരു സാധ്യതയും ഇല്ല. അൽ അമാനത്ത്, അമാനത്ത് വിശ്വസ്തത എന്ന ഭാഗത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വീകാര്യത ലഭിക്കുന്നത്. അത് എല്ലാവരുടെ ഇടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നാണ് നാം ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഒരു ചെറിയ സംഭവം ഇവിടെ ഓർമ്മപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25-ാമത്തെ വയസ്സിൽ അവിടത്തേക്ക് 25 വയസ്സ് പിന്നിട്ടപ്പോ അവിടുന്ന് ഷാമിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. ആ യാത്ര എന്തിനു വേണ്ടിയാണ്? കച്ചവടത്തിന് വേണ്ടിയാണ് യാത്ര പോകുന്നത്. ഖദീജ ബീവി എന്ന് പറയുന്നത് മക്കയിലെ അതിസമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ നല്ല കച്ചവടം ചെയ്തിരുന്ന വലിയ സമ്പത്തിന്റെ ഉടമയാണ്, നല്ല കച്ചവടം ചെയ്തിരുന്നവരാണ്. അവരുടെ മകൻ ഹുവൈലിദ് എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോവുകയാണ്. ഈ കച്ചവടവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇവരും കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് അവിടുത്തെ ഖദീജ ബീവിയുടെ മകൻ അവരെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ്. അത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്താണ് അവർ സ്വാധീനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ കച്ചവടത്തിന് പോകാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും പരിപാലിച്ചിരുന്നത് അബൂ ത്വാലിബ് എന്ന് പറയുന്ന അവിടുത്തെ എളാപ്പയാണല്ലോ. അവരാണെങ്കിൽ വളരെ ദാരിദ്ര്യത്തിലാണ്. ആ കുടുംബത്തിലാണെങ്കിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ട് താനും. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലായ ഈ കുടുംബത്തിനിക്ക് ഒരു അത്താണി എന്ന നിലക്കാണ് 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവർക്ക് എളാപ്പക്ക് ഒരു സഹായം എന്ന നിലക്കാണ് പോകുന്നത്. അങ്ങനെ അവർ കച്ചവടത്തിന് വേണ്ടി പോയി ഷാമിലേക്ക് പോയി. ഷാമിലേക്ക് അവിടെ എത്തിയ സമയത്ത് ഒരു മരച്ചുവട്ടിൽ ഇവർ രണ്ടുപേരും വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ മരച്ചുവട്ടിൽ ഇരുന്നപ്പോ ആ മരച്ചുവടിന്റെ തൊട്ടടുത്തുണ്ട് ഒരു നസ്രാനിയായ, ഒരു ക്രിസ്ത്യാനിയായ ഒരാള് അവിടെ ഇരിക്കുന്നു. നസ്തൂറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവരിലെ പുരോഹിതനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഈ മരച്ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടപ്പോ ഉടനെ അദ്ദേഹം പറയുകയാണ്, മാ നസല തഹ്ത ഹാദിഹി ഷജറ, ഈ മരച്ചുവട്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇല്ലാ നബിയുൻ, ഒരു നബി അല്ലാതെ ഇങ്ങനെ വന്നിരിക്കില്ല. അതുകൊണ്ട് ഈ വന്നിരിക്കുന്നത് ഒരു പ്രവാചകരാണ്. കാരണം അവർ മുൻകാല ഗ്രന്ഥങ്ങൾ പഠിച്ചവരാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്.
അങ്ങനെ ഇവര് നസ്തൂറ പറയുന്നു, തീർച്ചയായിട്ടും ഇത് പ്രവാചകരാണ് എന്ന് പറഞ്ഞ്, ഒരു നബിയാണ് എന്ന് പറഞ്ഞ് അവര് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുള്ളവരോട് ചോദിക്കുകയാണ്, അവരുടെ കണ്ണിൽ ചുവപ്പുണ്ടോ എന്ന്. കണ്ണിൽ വെള്ളം ഉണ്ടല്ലോ, കണ്ണിലെ വെള്ള, ആ കണ്ണിലെ വെള്ളയിൽ ചുവപ്പ് നിറം കലർന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിനിക്ക് അങ്ങനെ ഒരു ചുവപ്പ് നിറം ഉണ്ടായിരുന്നു എന്നാണ്. അഷ്കലുൽ ഐനൈൻ, രണ്ട് കണ്ണിനിക്കും വെള്ളയിൽ ചെറിയ ഒരു ചുവപ്പ് കലർപ്പ്, അത് സൗന്ദര്യം കൂട്ടുന്ന ഒരു ഭാഗമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് അവിടത്തിൽ നിന്ന് വിട്ടുപിരിയാറേ ഇല്ല. ആ ഒരു സൗന്ദര്യമുള്ള, ആ വെളുപ്പിന്റെ ഇടയിൽ ഒരു സൗന്ദര്യമുള്ള ഒരു നിറം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ചോദിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞു, ഹുവ ഹുവ, ഇതാണ് ആ വാക്തത്വ പ്രവാചകർ. ഈ സംഭവം കൂടെ ഇവര് കേട്ടു. അങ്ങനെ അഹുൽ അംബിയ ഹുവ വഹുവ അഹുൽ അംബിയ, മറ്റു നബിമാരുടെയൊക്കെ സഹോദരനാണ് ഇവര് എന്നും അവര് പറഞ്ഞു വെച്ചു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അഥവാ ഇനി വരാനുള്ള വാക്തത്വ പ്രവാചകരാണ് ഈ വന്നത് എന്ന വാർത്തയും കൂടെ കേട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങാടിയിൽ പോയി അവിടുന്ന് സാധനങ്ങൾ വാങ്ങി വിറ്റു, നല്ല ലാഭം ലഭിച്ചു. കഴിഞ്ഞ പോക്കിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ, കച്ചവടത്തിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ലാഭങ്ങൾ കിട്ടി. അങ്ങനെ ആ ലാഭങ്ങളുമായിട്ട് അവരതാ മക്കയിലേക്ക് തിരിച്ചു വരുന്നു. മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ മൈസറത്ത് ആ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. ആ യാത്ര മറ്റുള്ള യാത്ര പോലെ ആയിരുന്നില്ല. ഇത് ഏത് വയസ്സിലാണ്? 25-ാമത്തെ വയസ്സിലാണെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാധാരണ ഒരു അറബി പയ്യനായി ജീവിച്ചു. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടിയെന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന പുത്തംവാദികൾ ഈ ചരിത്ര യാഥാർത്ഥ്യം അവര് വിസ്മരിക്കുകയാണ്. അവരിതിനെ പുറംതിരിഞ്ഞിരിക്കുകയാണ്. അഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മക്കയിലേക്ക് തിരിച്ചു വന്നു. കൂടെ സഞ്ചരിച്ചവർ ഇവർ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടതല്ലേ. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന സമയത്ത് അവിടത്തേക്ക് മേഘമിങ്ങനെ തണലിട്ട് കൊടുക്കുകയാണ്. അത് മലക്കുകളുടെ പ്രത്യേകമായ തണലാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ ആ തണലൊക്കെ കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു വന്നു. അവിടെ മക്കയിലേക്ക് എത്തി. ഈ വിവരം ഖദീജ ബീവിയോട് കൈമാറി. ചെന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു പണ്ഡിതൻ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചു, വിഷയങ്ങളൊക്കെ പറഞ്ഞു. മാത്രവുമല്ല, കച്ചവടത്തിൽ വലിയ ലാഭം, ഞങ്ങൾ നടക്കുന്നിടത്തൊക്കെ ഒരു തണല്, വല്ലാത്ത അത്ഭുതം തന്നെ. ഈ വിവരം, അത് മാത്രമല്ല കച്ചവടത്തിലുള്ള വിശ്വസ്തത, അത് ഖദീജ ബീവിയെ വല്ലാതെ സ്വാധീനിച്ചു. അല്ലമാന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ മതം, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന്റെ അടിത്തറയായി പഠിപ്പിച്ചിട്ടുള്ളത് അല്ലമാന, വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ ഖദീജ ബീവിക്ക് വല്ലാത്തൊരു ആഗ്രഹം, ഈ മുത്തുനബിയെ ഒരു ഭർത്താവായി കിട്ടണം. ഖദീജ ബീവി അതിന്റെ മുമ്പ് 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ 2 കല്യാണം കഴിച്ച് ഭർത്താക്കന്മാർ മരണപ്പെട്ടതാ. ഖദീജ ബീവി ആഗ്രഹം വന്നു. ഖദീജ ബീവി ഈ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 25 വയസ്സുള്ളൂ. യഥാർത്ഥത്തിൽ ഈ യാത്ര കഴിഞ്ഞ് 2 മാസം പിന്നിട്ട സമയത്താണ് കല്യാണം നടക്കുന്നത്. ഖദീജ ബീവിയുമായി കല്യാണം നടത്താൻ എല്ലാ നിലക്കും യോഗ്യതയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹ്, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം, അവരുടെ ഉപ്പ അബ്ദുമനാഫ്, അവരുടെ ഉപ്പ ഖുസൈ. ആ ഖുസൈ എന്നവർ ആ പരമ്പരയിലേക്ക് തന്നെയാണ് ഖദീജ ബീവി എത്തിപ്പെടുന്നത്. ഖദീജ ബീവിയുടെ ഉപ്പ ഹുവൈലിദ്, അവരുടെ ഉപ്പ അസദ്, അവരുടെ ഉപ്പ അബ്ദുൽ ഉസ്സ, അവരുടെ ഉപ്പ ഖുസൈ എന്നാണ്. അപ്പൊ ഈ ഒരു പരമ്പരയിലാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉള്ളത്. അപ്പോ കുടുംബമാണ്, നല്ല കുടുംബമാണ്. ഖദീജ ബീവി പ്രതാപമുള്ള ജീവിതമാണ്. ഖദീജ ബീവി കല്യാണത്തിലേക്ക് ആവശ്യപ്പെട്ടു. അങ്ങനെ ഖദീജ ബീവി അതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ 2ലും മക്കളും ഉണ്ടായിട്ടുണ്ട്. ഖദീജ ബീവിക്ക് മക്കളും അതിലുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഭർത്താവിന്റെ പേര് ഉഖൈഖ് എന്നാണ്. ഉഖൈഖ് ബിൻ ആബിദ് എന്നാണ് അവരുടെ പേര്. അവർക്ക് ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടിയും ഉണ്ടായിട്ടുണ്ട്. അബ്ദുള്ള എന്നും അതുപോലെ തന്നെ ഹിന്ദ് എന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, അബ്ദുള്ള ഹിന്ദ് എന്ന്. പിന്നൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ കല്യാണം എന്താണ്? അബൂ ഹാല. അവർക്ക് 2 ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. ഹാലത്ത്, ഹിന്ദ്, സൈനബ്. അഥവാ 2 മക്കളിൽ 2 ഭർത്താക്കന്മാരിലോടും ഹിന്ദ് എന്ന് പേരുണ്ട്. പക്ഷെ ഒരു ഭർത്താവിന്റെ ഹിന്ദ് ആണാണ്, മറ്റത് പെണ്ണാണ്. ഈ ഹിന്ദ് എന്നുള്ള പേര് ആണിനിക്കും പെണ്ണിനിക്കും ഉപയോഗിക്കുന്നതാണ്. അപ്പോ ആദ്യം നേരത്തെ പറഞ്ഞ റുഖൈലി എന്നവരുടെ മകനാണ് യഥാർത്ഥത്തിൽ ഹിന്ദ് എന്ന് പറയുന്നത്. 2ാമത് കല്യാണം കഴിച്ച അബൂഹാല എന്നവരുടെ മകളാണ് ഹിന്ദ്. 2ലും ഹിന്ദ് എന്ന മക്കളുണ്ട്. അപ്പോ അത് ആണിനിക്കും പെണ്ണിനിക്കും പ്രയോഗിക്കുന്ന ഒരു പേരാണ്. ഏതോ ആകട്ടെ, ഇങ്ങനെയൊക്കെ മക്കൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കല്യാണാന്വേഷണം നടത്തി. അങ്ങനെ ഈ കല്യാണാന്വേഷണം നടത്താനുള്ള കാരണം എന്താണ്? ഈ ഒരു വിശ്വസ്തതയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസ്തതയാണ്. മാത്രമല്ല കുടുംബത്തിന്റെ മഹിമ, മാത്രവുമല്ല അതുപോലെ തന്നെ ഈ എല്ലാ വിശേഷണങ്ങളും. എന്നാൽ ഖദീജ ബീവിയാണെങ്കിലോ നല്ല സൗന്ദര്യമുള്ളവരാണ്, നല്ല സമ്പത്തുള്ളവരാണ്, നല്ല കുലീന കുടുംബത്തിലുള്ളവരാണ്, എല്ലാ നിലക്കും യോഗ്യതയുള്ളവരാണ്. ഖദീജ ബീവിക്ക് 40 വയസ്സുണ്ട്. അങ്ങനെ ഈ കല്യാണ അന്വേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെത്തി. കുടുംബങ്ങളൊക്കെ അന്വേഷിച്ചു. കുടുംബങ്ങളൊക്കെ അവർ പറഞ്ഞു, ഞാൻ ഈ ഒരു സ്നേഹത്തിൽ, ഈ ഒരു നല്ല സ്വഭാവത്തിൽ, ഇവരുടെ ഈ ഒരു സ്വഭാവത്തിൽ, ഈ ഒരു വിശ്വസ്തതയിൽ ഇതല്ലാതെ പിന്നെ എന്താണ്? സയ്യിദുൽ അമീന, വിശ്വസ്തതയിൽ ഏറ്റവും നേതാവാണ്. അതുകൊണ്ട് എന്തൊരു മാന്യമായ സ്വഭാവം. ഇങ്ങനെയുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഖദീജ ബീവി ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ ആഗ്രഹപ്രകാരം അബൂ ത്വാലിബ് എന്നവർ വന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയതി ഇബ്രാഹിമ വ ഇസ്മാഈൽ എന്ന് പറഞ്ഞ് എല്ലാ വിശേഷണങ്ങളും പറഞ്ഞ് അവരൊക്കെ കല്യാണ അന്വേഷണം നടത്തി. അങ്ങനെ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉറപ്പിച്ച് അവർ കല്യാണം കഴിച്ചു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹറായിട്ട് നൽകിയത് 12 ഊഖിയത്തൻ വ നശ്ശുൻ, 25 ഊഖിയയും ഒരു നശ്ശ് എന്ന് പറഞ്ഞാൽ ഒരു പകുതിയുമാണ്. ഏകദേശം അതിന്റെ കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ 500 ദിർഹം, 500 ദിർഹം, ഏകദേശം ഒരു 500 ദിർഹമോളം വരുന്ന ഒരു സംഖ്യയാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹറായിട്ട് നൽകിയിട്ടുള്ളത്. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഖുറൈശികളായ എല്ലാ ആളുകളും ആ കല്യാണത്തിൽ ഒരുമിച്ച് കൂടി. എല്ലാവരും ഒരുമിച്ച് കൂടി. പലരും ആഗ്രഹിച്ചിരുന്നു ഖദീജ ബീവിയെ ഒരു ഭാര്യയായി കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ അവരൊക്കെ ആഗ്രഹിച്ചത് ഖദീജ ബീവിയുടെ സമ്പത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായത്. പക്ഷേ ഖദീജ ബീവിയുടെ സമ്പത്ത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അല്ലെ? നബിയെ എന്ന് പറയുന്നുണ്ട്. ഖദീജ ബീവിയുടെ സമ്പത്ത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീനിന് വേണ്ടി ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. അങ്ങനെ ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാര്യമാരിലൂടെ മക്കൾ ഉണ്ടായത് ഖദീജ ബീവിയിലൂടെ മാത്രമാണ്. ഖദീജ ബീവിയിലൂടെ മാത്രമാണ് എല്ലാ മക്കളുണ്ടായത്, ഭാര്യമാരിലൂടെ. പിന്നെ ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് അടിമ സ്ത്രീയിലൂടെ ഉണ്ടായ കുട്ടിയാണ്. ഏതായാലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പിന്നെ 25 കൊല്ലം ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി. ഖദീജ ബീവിയുടെ ഈ ദാമ്പത്യ ജീവിത കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ ഒരു ഭാര്യമാരും ഉണ്ടായിരുന്നില്ല. അവിടത്തേക്ക് 50 വയസ്സാകുന്ന സമയത്താണ് ഖദീജ ബീവി ഈ ലോകത്തോട് വിട ചോദിക്കുന്നത്. ആ 25 കൊല്ലത്തിലും മറ്റൊരു ഭാര്യമാരുണ്ടായിരുന്നേ ഇല്ല. പിന്നീടാണ് മറ്റുള്ള ഭാര്യമാരെ കല്യാണം കഴിച്ചത്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ബഹുഭാരിത്വത്തിന്റെ പേരിൽ അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നവർ ഈ ചരിത്ര യാഥാർത്ഥ്യവും കൂടെ അവർ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടുത്തെ യൗവനം, ആ യൗവനം തീർച്ചയായും ഒരു ഭാര്യയുടെ കൂടെയാണ്. ഇതിന്റെ അർത്ഥം ബഹുഭാര്യത്വം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ ഒന്നാണെന്നല്ല. അനിവാര്യ ഘട്ടങ്ങളിൽ അർഹരായ ആളുകൾക്ക് ഇസ്ലാം അതിന് അനുമതി തന്നിട്ടുണ്ട്. മാത്രവുമല്ല, അത്തരം ആളുകളെ ചില ഘട്ടങ്ങളിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഏതായാലും നാം ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വ്യക്തിപ്രഭാവം അവിടെ നിന്ന് ഏത് കാലത്തും നമുക്ക് മാതൃകയാണ്. അവിടുത്തെ 25-ാമത്തെ വയസ്സിൽ ഉണ്ടായ ഈ ഒരു സംഭവം നമുക്ക് വലിയ പാഠമാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നുബുവത്തിന്റെ മുമ്പ് മദീനയിലൂടെയും മക്കയിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് കല്ലുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയാറുണ്ടായിരുന്നു. ആ സലാം പറഞ്ഞിരുന്ന കല്ലുകൾ എനിക്കറിയാമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു വലിയ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽ നമ്മൾ സ്വലാത്ത് കൂടുതൽ കൂടുതൽ ചെല്ലേണ്ട സമയമാണ്. കൂടുതൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കുകയും ആ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കും വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ ഇതിങ്ങനെ ചരിത്രം കേൾക്കുക എന്നല്ല. അപ്പൊ ഇന്ന് ക്ലാസ് കേട്ട നമുക്കുള്ള പാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ നമുക്ക് കാണിച്ചു തന്ന വലിയ ഒരു മാതൃകയാണ് അൽ അമാന, വിശ്വസ്തത. വിശ്വസ്തത എന്ത് തന്നെ വന്നാലും, ചില ആളുകളൊക്കെ പറയും വാക്ക് മാറ്റി പറയാം. ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ആയത്തുൽ മുനാഫിഖ്. അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. നമ്മുടെ വാക്കുകളിൽ വിശ്വസ്തത വേണം. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിശ്വസ്തത വേണം. നമ്മുടെ അയൽവാസികൾ, യഥാർത്ഥത്തിൽ നമ്മളൊരു മുഅ്മിനാകുന്നത് ഈ വിശ്വസ്തത ഉണ്ടാകുമ്പോഴാണ്, അല്ലെ? ഒരു മുസ്ലിം ആകുന്നത് ഈ വിശ്വസ്തത ഉണ്ടാകുമ്പോഴാണ്. കാരണം അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. നമ്മളെ തൊട്ട് എല്ലാവർക്കും നിർഭയത്വം വരണം. നോക്കൂ നിങ്ങൾ, ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഈ വിശ്വസ്തത നിരന്തരമായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഒരു വിശ്വാസിയെ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിന്റെ മേലുണ്ടാകട്ടെ. ഇത് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഒരു മെസ്സേജാണ് കൈമാറുന്നത്. എന്നെ തൊട്ട് നീ നിർഭയത്വത്തിലാകാം, ഞാൻ നിനക്ക് രക്ഷയാ, ഞാൻ നിനക്ക് ഒരിക്കലും രക്ഷയില്ലാത്തത് ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഈ ഒരു വിശ്വസ്തത വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ വരും. ഈ വെല്ലുവിളികളിൽ നമ്മൾ വിശ്വസ്തരായി മാറണം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ആരോടും പറഞ്ഞില്ല, അത് ട്രീറ്റ്മെന്റ് എടുത്തില്ല. ഒരുപാട് ആളുകൾ അത് നിമിത്തം സമ്പർക്കത്തിലൂടെ കോവിഡ് രോഗം പകർന്നു. അത്തരത്തിൽ നമ്മൾ ആകരുത്. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ കഴിയുന്ന നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, അവർക്കൊക്കെ ചതിക്കുന്ന രൂപത്തിൽ നമ്മൾ ആകരുത്. ഒരിക്കലും നമ്മളുടെ വിശ്വസ്തത നഷ്ടപ്പെടുന്നു. ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത്തരങ്ങൾ വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അകറ്റി നിർത്തുക എന്ന വേദനകൾ, പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. ആ സമയത്തും നമ്മളെ വിശ്വസ്തതയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നൽകാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ചയിലും നമുക്കിത് മുന്നോട്ട് പോകണം. ഈ ഒരു രീതിയിലുള്ളതിന്റെ തുടക്കമായതുകൊണ്ട് ഇന്ന് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വന്യരായ വെള്ളില ഉസ്താദിന്റെ ആണ്ടിന്റെ ദിവസമാണ്. അല്ലാഹു തആല അവിടുത്തെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ജന്നത്തുൽ ബഖീഇലാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്താണ് അവിടുന്ന് വിശ്രമിക്കുന്നത്. ഈ ദുൽഖഅദ 26-നാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട ചോദിച്ചത്. ഹജ്ജിന് വേണ്ടി പോയ സമയത്ത് അവിടുന്ന് അപകടത്തിൽപ്പെട്ട് ഈ ലോകത്തോട് വിട ചോദിച്ചു. ഒരുപാട് മാതൃകകളായിരുന്നു. ഇരിങ്ങല്ലൂർ മജ്മഅ സ്ഥാപനത്തിന്റെ സാരഥിയ, വെള്ളിലയിൽ അൽ ഹിദായ എന്ന സ്ഥാപനത്തിന്റെ സാരഥിയ, അതുപോലെ തന്നെ നമ്മുടെ പ്രാസ്ഥാനിക എല്ലാ മേഖലയിലും തിളങ്ങി നിന്നിരുന്ന, റിസാലയ്ക്ക് വേണ്ടി ജീവിച്ചിരുന്ന അഭിവന്ദനായ വെള്ളില ഉസ്താദിന്റെ ആണ്ടിന്റെ ദിവസവും കൂടെയാണ്. അപ്പൊ അതിന്റെ തിരക്കുകളും മറ്റും ഇന്ന് മജ്മഅന്റെ കീഴിലായിക്കൊണ്ട് ആ അനുസ്മരണ പരിപാടി മറ്റും നടക്കുന്നത് കൊണ്ട്
ഇന്ന് ചെറിയൊരു അസൗകര്യം നേരിട്ടു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ ഇന്ന് വോയിസുകൾ ചുരുക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് കൃത്യമായി നല്ല നിലക്ക് ക്ലാസ്സുകൾ എടുക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ എന്ന് ദുആ നടത്തിക്കൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ റഹ്മാനെ ഞങ്ങളുടെ ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, ഇന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് കാരണത്തിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഹബീബിന്റെ ഷഫായത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹ്, അവിടുന്ന് കാണിച്ചു തന്ന ആ അമ്നിന്റെ അമാനത്തിന്റെ ജീവിതം ഞങ്ങൾ ഉടനീളം നീ നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ദുആ ചെയ്യണം.